അപ്പോ ഗുവാഹട്ടിയിലുള്ള ഒരു പെട്രോൾ പമ്പിലാണ് കേട്ടോ ഇപ്പൊ ഉള്ളത്. അപ്പൊ അവിടുന്ന് ഒരു മാർക്കറ്റ് പോവുകയാണ്. ഞാൻ മുമ്പ് 2-3 ദിവസം ഇവിടെ താമസിച്ചിരുന്നു. മേഘാലയന്ന് പോന്നിട്ടോ. മേഘാലയന്ന് എല്ലാം മൊത്തം സ്ഥലങ്ങളൊക്കെ കറങ്ങിയതിന് ശേഷമാണ് ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളപ്പോ ഒരു ബായ് ഉണ്ട്, ബാദ്ഷാ ഖാൻ ഡ്രൈവറാണ്. കേരളത്തിലൊക്കെ വന്നിട്ട് ആ കേരള ആയാതാ പിന്നെ Assam Pradeep. അസം രാജീവ് അസാമിലുള്ള മുമ്പ്. അപ്പൊ ഇവരെല്ലാരും കൂടി ഞങ്ങൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ മാർക്കറ്റിലത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ആട്ടിറച്ചിയാണ് കേട്ടോ. ഇവിടുന്ന് ഒരു 1/2 കിലോ ആട്ടിറച്ചി ഒക്കെ വാങ്ങുന്നുണ്ട്. ഇവിടെ ഇതാ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ്ടില്ല ആട് ഇവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇന്ന് രാത്രിക്കത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പോണത്. ബായാണ് കേട്ടോ അതൊക്കെ മേടിക്കണത്. അപ്പൊ നമ്മളിവിടെ രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക കേട്ടോ. ആട്ടിറച്ചിയാണ് ഉണ്ടാക്കണത്. അപ്പൊ ഉള്ളി തക്കാളി കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആദ്യം ഇതിൽ കുക്കറിൽ ഉള്ളിയൊക്കെ ഇടണം കേട്ടോ. അപ്പൊ റോഡിന്റെ വക്കത്താണ് കേട്ടോ ഈ കുക്കിംഗ് പരിപാടികളൊക്കെ. പെട്രോൾ പമ്പ് ഉണ്ട് അപ്പുറത്ത്. അപ്പൊ റോഡിന്റെ സൈഡിലാണ് കുക്കിംഗ്. ഇന്നത്തെ ഒരു അടിപൊളി കുക്കിംഗ് ഇവിടെ ചെയ്യാൻ പോണത്. ഇതാ ആട്ടിറച്ചി ഉണ്ട്. 1/2 കിലോനാണ് ആട്ടിറച്ചി മേടിച്ചു കേട്ടോ. ഇതൊക്കെ ബായിന്റെ ഭാഗ്യാണ്. ആട് മഞ്ഞൾപ്പൊടി ഇട്ടോ. അടുത്തത് മുളക് പൊടി മുളക് പൊടി ഇത് മതിയാവുന്ന വിചാരിക്കുക. പിന്നെ കുറവുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ഇടാ. ഉപ്പ് ഉപ്പിട്ടു. ഇത് ഇടാനുള്ളത് പിന്നെ വേറെ മസാലയും കൂടി ഉണ്ട്. മീറ്റ് മസാല ഇതും കൂടി ഇടാൻ പോവുക കേട്ടോ. ഇതും കൂടി ഇട്ടു. Coriander powder. ഒന്നും കൂടി ഉണ്ട്. ഒരു പൗഡറും കൂടി ഉണ്ട്. മല്ലിപ്പൊടി ഞങ്ങൾ പൊളിച്ചു കിട്ടോ. അവിടെ കുറച്ചുകൂടി ഉണ്ട്. മല്ലിപ്പൊടി കഴിഞ്ഞു തോന്നുന്നു. ഫുൾ അപ്പൊ പൊടികളൊക്കെ മൊത്തം ഇട്ടോ. ഇനി കുറച്ച് ഓയിലും കൂടി ഒഴിക്കട്ടെ. മസ്റ്റാർഡ് ഓയിൽ. ഓക്കെ കടുകെണ്ണ ഇതും കൂടി ഒഴിച്ചിട്ടുണ്ട്. കടുകെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി കുക്കിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. സ്റ്റവ് ഒക്കെ കത്തിച്ചിട്ട് ഒരു 10-30 ലോറികൾ ഉണ്ട് ഇവിടെ. അപ്പൊ ഇവർക്ക് ഓരോ ട്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ്ട് ഇവിടെയാണ് ഇവര് വെയിറ്റ് ചെയ്ത് നിൽക്കുക ലോറി. അപ്പൊ ചിലര് 3-4-5 ദിവസമൊക്കെ ആയുലുണ്ട് ഇവിടെ അങ്ങനെ. അപ്പൊ ബായിക്ക് ഞാനിവിടെ വന്ന സമയത്ത് ഒരു എൻജോയ്മെന്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ്ട് എന്റെ ഒപ്പം കുക്ക് ചെയ്യാൻ വന്നതാണ്. പൊടികൾ കുറച്ച് കമ്മിയാണ്. കുറച്ചും കൂടി ഉണ്ടായിക്കോട്ടെ. എരിയാവോ? ഓക്കെ ഇത് മതിയാവും. അല്ലെങ്കിൽ ആകെ എരിഞ്ഞിട്ട് ആകെ പരിപ്പ് വരും. കുറച്ചും കൂടി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച പരിപാടി കൂടും. തീ കത്തിക്കാൻ പോകാട്ടോ സ്റ്റൗ. ഓക്കെ അപ്പൊ നമ്മളങ്ങനെ ആട്ടിറച്ചി വെക്കാൻ പോവാണ്. ഓക്കെ ആട്ടിറച്ചി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം റൈസ് ഉണ്ടാക്കും. ഇതാണ് കേട്ടോ പമ്പ് കണ്ടില്ലേ? തൊട്ടപ്പുറത്താണ് പെട്രോൾ പമ്പ്. പിന്നെ ഇതാ വാഹനങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു സ്റ്റാൻഡ് പോലെയൊക്കെ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരുപാട് ലോറികളുണ്ട്. ഒരു 30ഓളം ലോറികളുണ്ട് അവിടെയൊക്കെ. പിന്നെ ഇതാ ടെന്റ് ഇവിടെയാണ് ഞാൻ ഇന്ന് രാത്രി കടന്നുറങ്ങാൻ പോകട്ടെ. ഈ ടെന്റിൽ വൈകുന്നേരം ആയപ്പോഴൊക്കെ ചെറുതായിട്ട് കോട മൂടാൻ തുടങ്ങിയിട്ടുണ്ട്.
റോഡ് തൊട്ടടുത്തട്ടോ, ഹൈവേ ഗുവാഹട്ടി അതുപോലെ നാഗാലാൻഡ് ഭാഗത്തേക്കും ഒക്കെ പോകുന്ന റോഡ് അതാണ്. ആട്ടിറച്ചി വന്നിട്ട് അത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടി പോയി, എന്നാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇവിടെ ചോറ് വെച്ചിട്ടുണ്ട്, അതേ കുക്കറിൽ തന്നെ ചോറ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഇവിടുത്തെ ലോറിക്കാരൊക്കെ അവർക്ക് ട്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു പെട്രോൾ പമ്പാണിത്. അവർക്ക് ചിലപ്പോൾ 3-4 ദിവസമൊക്കെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലും അവർക്ക് ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവർ പോവും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഇവിടുത്തെ പെട്രോൾ പ്രൈസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇവിടെയൊക്കെ അത്യാവശ്യം തണുപ്പാട്ടോ. വൈകുന്നേരം ആയാല് കോടയൊക്കെ മൂടിയിട്ട് നല്ല തണുപ്പാണ്. കേരളത്തിലൊക്കെ കുറച്ചൊക്കെ ചൂടുണ്ട് എന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. ഞാൻ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഒരു 2 മാസവും ഒരാഴ്ച ആയിട്ടുണ്ട്. ഡീസലിന്റെ പ്രൈസ് 85 രൂപ കേട്ടോ ഇവിടുത്തെ പ്രൈസ്. ഇത് പിന്നെ മേഘാലയയിലാണ്, മേഘാലയ ആസം ബോർഡറിലാണ്. ഇപ്പോ 85 രൂപയാണ് ഇവിടുത്തെ ഡീസലിന്റെ റേറ്റ്. കണ്ടില്ലേ? പെട്രോളിന്റെ റേറ്റും കൂടിയും പറഞ്ഞു തരാം. 94 രൂപയും ചില്ലറയാണ് കേട്ടോ. അപ്പൊ നാട്ടിലുള്ള പ്രൈസും ഇവിടുത്തെ പ്രൈസും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കി. 94 രൂപയാണ് മേഘാലയയിലെ റേറ്റ്. അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകള്. ഓരോ ലോറികൾ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോ 9:40 ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ലോറികളാണ്. ഏകദേശം ഒരു 10-30 ലോറികൾ ഇപ്പൊ നിലവിലുണ്ട്. അപ്പോ ഇവർക്കൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള അത്രയും സ്പേസ് ഇവിടെ ഉണ്ട്. ഇപ്പൊ കണ്ടില്ലേ, വേറെ ഒരു ലോറി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവര് പോവും. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ 2-3-4 ദിവസമൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കും. ഇപ്പൊ ഇവിടെയാണ് ഞാൻ ടെന്റ് അടിച്ചിട്ടുള്ളത്. അന്ന് ഞാൻ ഒരു മേഘാലയയിൽ പോകുന്നതിന്റെ മുമ്പ് ഇപ്പൊ ഏകദേശം ഇപ്പൊ 2 ആഴ്ച കഴിഞ്ഞു. അന്ന് ഞാൻ ഇവിടെ തന്നെയാണ് ടെന്റ് അടിച്ചിട്ടുള്ളത്. അപ്പൊ അതേ സ്പോട്ടിൽ തന്നെ വീണ്ടും ടെന്റ് അടിച്ചു. ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളെ ദോസ്ത് അസം ദോസ്ത് ഇപ്പൊ അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് കുറച്ചും കൂടി കഴിഞ്ഞ ഭക്ഷണം കഴിക്കും. അപ്പോ ആട്ടിറച്ചിയും ചോറും കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം ഉഷാറായിട്ടുണ്ടെന്നാണ് ബായി പറയണത്. സംഭവം നന്നായിട്ടുണ്ട്. ചോറ് അവിടെ ഉണ്ട്, ആട്ടിറച്ചി ഇവിടെ ഉണ്ട്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഹൈവേന്റെ വക്കത്താണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്രോൾ പമ്പ്, ലോറികള് എല്ലാം ഉണ്ട്. ഒരു നായ ഇതാ വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും കഴിക്കട്ടെ. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ. ബായി പോയി ലോറിയിലാണ് കടന്നുറങ്ങുന്നത് ബായി. ഞാനിപ്പോ ടെന്റിന്റെ ഉള്ളിലാണ്. അപ്പൊ കടന്നുറങ്ങാൻ നോക്കട്ടെ. നല്ല തണുപ്പാട്ടോ ഇവിടെ. രാത്രി ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. പകലൊക്കെ ചൂടും രാത്രി നല്ല തണുപ്പാണ്. ഇവിടെ ഒരു ബായി മീനും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് മീനിന് കിലോന് 200 രൂപ. റോവ് ആണ് കേട്ടോ. ഇപ്പൊ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് ബായി. അടിപൊളിയായിട്ട് നന്നാക്കുന്നുണ്ട് കേട്ടോ. ഇന്നിത് രാവിലെ ഇതാണ് കേട്ടോ കുക്ക് ചെയ്യാൻ പോണത്, ഫിഷ്. അപ്പൊ ഇന്നലെ രാത്രി ആട്ടിറച്ചി ചെയ്യുന്നു, രാവിലെ മീനും. ഓ പൊളിയാവും. പടക്കണ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? ബട്ട മീൻ. ബിക്കറ്റ്. കണ്ടില്ലേ? ഒരുപാട് മീൻ ഉണ്ട് കേട്ടോ ഇതില്. നല്ല പടക്കണ മീൻ. വലിയ മീനുകളൊക്കെ ഉണ്ട്. കണ്ടില്ലേ? വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ അതില്. അപ്പൊ സൈക്കിളിലാണ് കേട്ടോ ബായി വന്നിട്ടുള്ളത്. കണ്ടില്ലേ? സൈക്കിളിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ രാവിലെ തന്നെ മീന് വിൽക്കാൻ വേണ്ടിയാണ്ട് ഇങ്ങോട്ട് വന്നതാണ്. ഓ വലിയ കത്തിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. बरो please. Leg piece खाली.
ഇവിടെ വേറൊരു പാത്രം കൂടി ഉണ്ട് കേട്ടോ. ഇതിൽ പിന്നെ കുറച്ച് ചെറിയ മീനുകളാണ് കണ്ടില്ലേ, ഇതിൽ ചെറിയ മീനുകളാണ്. ഇറഞ്ഞൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി മസാല ഒക്കെ റെഡി ആക്കിയിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്താൽ മതി. ബാക്കി എല്ലാതും ബായി തന്നെ റെഡി ആക്കി തന്നിട്ടുണ്ട്. ബായിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു സഞ്ചരിക്കുന്ന ഫിഷ് മാർക്കറ്റാണ് കേട്ടോ ബായി. വലിയ കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ കത്തി ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അതേമാതിരി തുലാസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ബായി അടുത്ത ആൾക്കാരെ തെരഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ മീൻ വിൽക്കാനായിട്ട്. അത് അതില് പോകുന്നുണ്ട് ബായി. സംഭവം വാങ്ങിയതിന് ശേഷം ഞങ്ങളിത് ഉപ്പൊക്കെ ഇട്ട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല വൃത്തിയാകുമല്ലോ. അപ്പൊ അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞാനൊന്ന് കടയിൽ പോയി വന്നതാണ് കേട്ടോ. അപ്പോഴൊക്കെ ഇതാ മീനൊക്കെ ഇതാ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ കുറച്ച് ഫ്രൈ ചെയ്തു ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. മീൻ ഇതാ ഫ്രൈ ആക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഓയിലില് വല്ലുള്ളിയും പച്ചമുളകും കൂടി ഇപ്പൊ ഇങ്ങനെ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മല്ലിച്ചപ്പും തക്കാളിയും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് റെഡി ആയതിനു ശേഷം ഇതും കൂടി അതിലേക്ക് മിക്സ് ചെയ്യും. ഇന്ന് ഞങ്ങൾ ഫുള്ള് കുക്കിംഗ്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ കുക്കിംഗ് അതാണ് ഇവിടുത്തെ പരിപാടി. ബായിക്ക് ഇന്ന് ഇവിടെ പിക്നിക്കാണ്. അല്ല ബായ പിക്നിക് പിക്നിക്. അപ്പൊ തക്കാളി അരിഞ്ഞത് ഇടാൻ പോവുകയാണ്. അപ്പൊ അതിലേക്ക് പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടിയും, ഉപ്പും പിന്നെ മല്ലിപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ആസാമി സ്റ്റൈലിലാണ് ഇപ്പൊ കുക്ക് ചെയ്യണത്. ദാ മെയിൻ ഷെഫ് ഇത് അവിടെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫ്രൈ ചെയ്ത മീന് കറിയിലിടാൻ പോവുകയാണ്. ഇതാ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ രീതി അനുസരിച്ച് ഇങ്ങനെ കേട്ടോ. ആദ്യം മീന് ഫ്രൈ ചെയ്യും, അതിനുശേഷം പിന്നെ കറി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് മീനിടും. അപ്പൊ നല്ല അടിപൊളിയാവുന്നാണ് ഭാവി പറഞ്ഞിട്ടുള്ളത്. 5 മിനിറ്റും കൂടി വെച്ച് കഴിഞ്ഞാല് സംഗതി റെഡിയായി. അങ്ങനെ മല്ലിച്ചപ്പും കൂടി അതിലേക്ക് ഇടുക കേട്ടോ. ഇതും കൂടി ആയി കഴിഞ്ഞാല് മീൻകറി ഫൈനൽ ഘട്ടത്തിലെത്തി. ഇപ്പൊ കാണാൻ തന്നെ എന്താ സ്റ്റൈലെന്നോ മീൻകറി. അപ്പൊ മീൻകറി ഫിനിഷിങ് ആയിട്ടോ. അപ്പൊ മീൻകറി ഒക്കെ റെഡി ആയിട്ടുണ്ട്. അത് എടുത്തു വെച്ചതിന് ശേഷം ഇപ്പൊ ചോറാണ് വെക്കണത്. ഇതിന് 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 4 കപ്പ് വെള്ളം ഒഴിക്കണം. പിന്നെ ഇതിൽ ഒറ്റ ഫിസിലായാൽ മതി കേട്ടോ. അത് 3 ലിറ്ററിന്റെ ഒരു കുക്കറാണ്. ഒറ്റ ഫിസിലായ സംഭവം റെഡിയായി. അത്രേ ഉള്ളു പരിപാടികളൊക്കെ. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഇതാ ചോറും മീൻകറിയും പിന്നെ ആട്ടിറച്ചി ഉണ്ട് കേട്ടോ. ഇതാണ് മീൻകറി. ഇത് ആട്, ഇന്നലെ ഉണ്ടാക്കിയ ആടാണ്. ഇതാ ചോറും എല്ലാം സെറ്റപ്പ് ആക്കി റെഡിയാക്കി കഴിക്കാൻ പോവാണ് ഞങ്ങള്. കേസാ ടീക്കേനാ? ഓക്കെ. അപ്പോ ഞങ്ങള് ടെന്റിന്റെ ഉള്ളിലാണ് കേട്ടോ അപ്പൊ ഭക്ഷണം കഴിക്കണത്. കണ്ടില്ലേ, മീന് പിന്നെ ആസാമീസ് രീതിയിലാണ് വെച്ചത്. സംഭവം അടിപൊളിയാ, കിടിലനായിട്ടുണ്ട്. പിന്നെ ആട്ടിറച്ചി ഇത് ഇന്നലെ വെച്ചാട്ടോ, അവൻ കിടിലനാണ്. സൂപ്പർ. പമ്പിലിരുന്നപ്പോഴേ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ ഇവിടെ റോഡ് സൈഡിൽ കുറെ ബാഗുകളൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇത് ലെതർ ടൈപ്പാണ്. ഒരു ബായിന്റെ ഇവിടെ ഇരിക്കണ്. അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കാം. हेलो भाई कैसा? ठीक है. कहाँ से आप? यूपी से. आप बनाए है बैग? कितना है बैग का? 750. അപ്പോൾ ഇത് 750 രൂപ കേട്ടോ ഈ ബാഗിനൊക്കെ. ആ ചോട്ടാ വാല कैसा? छोटा वाला 450 से बड़ा 550. 450നും 550നും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ബാഗ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലെതറിന്റെ ഒക്കെ അങ്ങനത്തെ ബാഗാണ്. അപ്പൊ ഭായ് ഇത് ഫാക്ടറിയിൽ പോയിട്ട് വാങ്ങി വരണമെന്ന് പറഞ്ഞു. ഇവിടെ 8 മാസമായില്ല ഇങ്ങനെ ഈ കച്ചവടം തുടങ്ങിയിട്ട്. ഭയങ്കര തിരക്കാണ് ഈ റോഡിൽ. നല്ല പൊടിയും പാറുന്നുണ്ട്. മൊത്തത്തിലൊരു കോട മൂടിയൊരു അവസ്ഥ കേട്ടോ ഈ ആസാമിൽ ഗുവാഹട്ടി സൈഡിലൊക്കെ. ഗുവാഹട്ടിക്ക് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളത്.
അപ്പൊ ഇവിടുത്തെ ഒരു ലോറി ഡ്രൈവറാണ് കേട്ടോ. മൂപ്പര് ബുള്ളറ്റ് കൊണ്ട് ഈ പമ്പിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കുകയാണ്. കണ്ടില്ലേ, ഞങ്ങള് പമ്പിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഒരു നേരം പോക്ക്. അപ്പൊ ഒരു വീഡിയോ അങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു. പമ്പിലുള്ള ആളുകൾ മൊത്തം നോക്കി നിൽക്കുക കേട്ടോ. എൻജോയ്മെന്റ് ആണ് കേട്ടോ അതൊക്കെ. വെറുതെ നേരം പോക്ക് എൻജോയ്മെന്റ്. ഈ പമ്പിൽ ഞാൻ മൊത്തം എത്ര ദിവസമായിരുന്നു? 5 ദിവസമായിട്ടോ. ഞാൻ മുമ്പ് വന്നെന്ന് 3 ദിവസം, ഇപ്പൊ ഇത് 2 ദിവസം. ഫുൾ ടൈം ഇപ്പൊ ഇവിടെ തന്നെയാണ്. ഫുൾ ടൈം ചായ കുടി കേട്ടോ. ഇപ്പൊ ഇവിടെ ഒരു കട ഉണ്ട്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഇടയ്ക്ക് ചായ കുടിക്കുക, ബിസ്ക്കറ്റ് തിന്നുക, അതൊക്കെ തന്നെ പരിപാടി. പിന്നെ ഇത് കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുക. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ആയിട്ട് പിന്നെ കുറെ ആൾക്കാരുണ്ട്. ഓലപ്പം ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുക, ഓരോ രസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ പമ്പിന്റെ ഒരു ഇവിടുത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസാട്ടോ. കുറെ ലോറിക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് ലോറികളൊക്കെ അപ്പുറത്തുണ്ട്. അപ്പൊ ഇവര് ഡ്രൈവർമാരൊക്കെ ഇങ്ങനെ നല്ല രസമാണ് ഇപ്പൊ ഇവിടെ. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോവാൻ തോന്നണില്ല എന്ന് പറയാ, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ രാത്രിക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങള് കടയിൽ വന്നോട്ടോ. മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് ക്യാറ്റ് ഫിഷ് ആണ് മീന്. ഇവിടെ പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. മീൻ വേണമെങ്കിൽ ഇത് അവിടെ ഉണ്ട്. തൊട്ടപ്പുറത്ത് ചിക്കനാണ്, ഇതവിടെ ചിക്കനാണ്. അതുപോലെ ഇതാ ഇപ്പുറത്ത് പച്ചക്കറി ഉണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് അരിയും കൂടി ഇപ്പൊ കിട്ടണം. ബാക്കി എല്ലാ സാധനങ്ങളും ഇപ്പൊ റെഡിയാണ്. ഇവിടെ പല ടൈപ്പ് അരി ഉണ്ട് കേട്ടോ. 50-ന്റെയും 60-ന്റെയും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് മേടിച്ചത്. ഇതൊരു കിലോന് 60 രൂപയാണ്. അപ്പൊ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ് റെഡി ആയതിനു ശേഷം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മീനാണ് ഉണ്ടാക്കാൻ പോണത്. ഇതാ മീനൊക്കെ മസാല റെഡിയാക്കി വെച്ചതാണ്. ഇനി ഇതാദ്യം പൊരിക്കും. പൊരിച്ചതിന് ശേഷമാണ് പിന്നെ കറി വെക്കുക. ഇതിൽ ചേർക്കാനായിട്ട് ഇവിടെ വെളുത്തുള്ളി, പച്ചമുളക്, വല്ലുള്ളി, തക്കാളി ഒക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മീനിങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കട്ടെ ഇവിടെ. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വല്ലുള്ളിയാണ് ഇടാൻ പോണത്. ബായിയാണ് കുക്കിംഗ് കേട്ടോ. മെയിൻ ഷെഫ് ബായിയാണ്. ബാദ്മേ ഗ്രീൻ ചില്ലി. ഓക്കെ ഓക്കെ. അപ്പോ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ചുവപ്പ് കളറായി കഴിഞ്ഞാല് പച്ചമുളകും കൂടി ഇടും. വേറൊരു ഡ്രൈവർ ബായിട്ടോ. ഇതേകൊണ്ട് കൂടെ കുക്കിങ്ങിനില്ലെങ്കിലും പിന്നെ ഇവിടെ ഒക്കെ സമീപത്ത് കൂടെ ഒക്കെ ഉണ്ട്. हम लोग का असम में आया है. अभी हम लोग असम में, हम आसामी है, एक केरला का है. केरला का आदमी है. बुरा मत पना, लाइक शेयर कर देना. അപ്പൊ പറഞ്ഞമാരൊക്കെ ചെയ്യാ. ഓക്കെ. ഇതിലേക്ക് പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ മല്ലിപ്പൊടി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു കപ്പിൽ ഒഴിച്ചു വെച്ചിരുന്നു. അത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഈ പൊരിച്ച മീനുണ്ടല്ലോ, ഇതും കൂടി ഇടും. അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടാ ഫിനിഷിംഗ് ആയി. കറി ഓക്കെ ആയി. അതാണ് ആസാമീസ് കുക്കിംഗ്, ഫിഷ് കറി. ഇവിടെ എന്താ സംഭവിച്ചെന്നോ, കുറച്ച് ചോറ് പുറത്തേക്ക് പോയി. അതായത് ഒരു 3 കിലോന്റെ കുക്കറിൽ ഒരു 800 ഗ്രാമൊക്കെ അരി ഇട്ടിട്ടുണ്ടാവും. അതിൽ പിന്നെ തിളച്ച് പുറത്തേക്ക് പോയി. അതാണ് ഈ സ്റ്റൗവും കൂടെ ഈ കാണുന്നതൊക്കെ. ഇത് കണ്ടില്ലേ, തിളച്ച് പുറത്തേക്ക് പോയി. ഇങ്ങനെ അധികം അരി ഇടാൻ പറ്റൂല. ഒരു 500-600 ഒക്കെ വരെ ഇടാം. 750-800 ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് ഉള്ള കുഴപ്പം. അപ്പൊ അങ്ങനെ ആരും ചെയ്യരുത്. മീൻകറിയുടെ അവസാന ഘട്ടത്തിലാണ് കേട്ടോ. ഇത് വാങ്ങി വെക്കാൻ പോവുകയാണ്. അപ്പൊ മലയാളികളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ഇവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാട്ടോ. അവര് എന്താണ് പറയണത് നോക്കാലോ. അപ്പൊ ഇത് നമ്മുടെ ബാദ്ഷാഖാൻ ബായി ആണ്. ബായി ലോറി ഡ്രൈവർ ആണ് കേട്ടോ. അപ്പൊ ഇന്നലെ രാത്രി മുതൽ ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കും, ഇതിലൊക്കെ കറങ്ങി നടക്കുകയൊക്കെ ചെയ്തു. അപ്പോ മലയാളികളെ കുറിച്ചൊന്ന് ചോദിക്കാലോ. केरल का लोगों के बारे में आप क्या सोचते हैं? मैं बहुत अच्छा, केरला का आदमी बहुत अच्छा है. हाँ. आई लव केरला. पूरा अच्छा है ना? बहुत अच्छा है. पूरा इंडिया में नंबर 1.
भाई की बात हाँ भाई बात करो केरल के बारे में केरला एकदम पूरा स्ट्रांग है। हम लोग का आसम कलर का बहुत काम कर रहा है उधर। बहुत है बहुत लोग है, हाँ। उधर बहुत काम बढ़िया कर है। अच्छा स्ट्रांग അപ്പൊ ഇവര് കണ്ടില്ലേ മലയാളികളെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയണത്. അതുകൊണ്ടാണ് ഇത്ര ഒരു ഹെൽപ്പ് കിട്ടിയത് കേട്ടോ. ഞാൻ ഇപ്പൊ ഈ നോർത്ത് ഈസ്റ്റ് കൂടെ പോയ സ്ഥലങ്ങളിലൊക്കെ അതുപോലെ തന്നെ എല്ലാവരും പറയണത് കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഭയങ്കര ഹെൽപ്പ് എല്ലാ സ്ഥലങ്ങളിലും നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് മലയാളികൾക്കൊരു അഭിമാനം തന്നെയാണ് എന്ന് പറയാം. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാൻ കേട്ടോ. അതാ 2 ഭായിമാരുണ്ട്, അസമത്തെ ഡ്രൈവർമാരായിട്ടുള്ള അവര് 2 ആളും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോവാൻ കേട്ടോ. അതാ ഞാനിവിടെ റൈസ് ഉണ്ട് കഴിക്കാൻ പോവാണ്. ചോറ് അവര് കളിയാക്കാണ് കേട്ടോ. ചോറ് എന്ന് പറഞ്ഞ് കളിയാക്കാണ്. ചോറ് മീന്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടിപൊളിയായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ നാളെ പോകുന്നത് കാമാക്യ ടെമ്പിളിലാണ്. നാളെ രാവിലെ ഇവിടുന്ന് പോകണം. അപ്പൊ കാമാക്യ ടെമ്പിളിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്.